ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് ആഗ്രഹങ്ങൾ കൂടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാദർ ഉപ്പ ഗൾഫിലാണ്. അപ്പോൾ ഉപ്പ ഒരു വിസ തന്ന് പെട്ടെന്ന് വിസിറ്റിംഗ് വിസ തന്ന് ദുബായിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ ദുബായിൽ പോയി അവിടെ ഈ എമിറേറ്റ്സ് ID കാർഡിൻ്റെ ഓഫീസിൽ ജോലി കിട്ടി. അപ്പോൾ അതിലൊക്കെ നിൽക്കുമ്പോഴും നമ്മളെ ആഗ്രഹം വീണ്ടും നാട്ടിൽ പോകണം. സാധാരണ ഒരു വാഹനത്തോടുള്ള ആ കമ്പുണ്ട്. ദുബായിൽ പോയപ്പോൾ വീണ്ടും നമുക്ക് കൂടി, കാരണം ദുബായിലെ കാറുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആഗ്രഹങ്ങൾ വീണ്ടും കൂടി. പക്ഷെ ഞാൻ ഉപ്പാനോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എന്നാൽ ഒരുപാട് ഡിസ്കഷന് ശേഷം ഉപ്പ പറഞ്ഞു നാട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്ന് വീണ്ടും ഈ ആളുകൾക്ക് വാഹനം എടുത്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു വാഹനം എൻ്റെ കയ്യിൽ എൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെ കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല, വിശ്വസിക്കുന്നില്ല. അപ്പോൾ ബൈക്ക് ആദ്യമായിട്ട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഒരു വർഷം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വാഹനം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പറാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്, ഒരു ബൈക്ക്. അതിൽ ആദ്യമായിട്ട് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞത് 250 രൂപയാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ എന്നൊക്കെ പറയുന്ന സാധനം കിട്ടുന്നത്. അറിയാവുന്ന സ്റ്റോക്ക്, ഇപ്പോൾ സാധാരണ ബ്രോക്കർമാരൊക്കെ ആയിട്ട് പണിയെടുക്കുന്ന എന്നെപ്പോലെ സാധാരണ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അന്നത്തെ കാലത്തിൽ. ആ ഒരു സമയങ്ങളിലൊക്കെ വാഹനത്തിൻ്റെ സ്റ്റോക്ക് വാട്സപ്പ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് രാവിലെ തന്നെ ഏതാണ് വണ്ടി ഉള്ളത്, നിൻ്റെ കയ്യിൽ ഏതാ വണ്ടി ഉള്ളത്, അപ്പോൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് കുറേ ഒരു ദിവസമൊക്കെ 100ൽ പരം കോളുകൾ നമ്മൾ ചെയ്താലാണ് ഒരു 1-2 എൻക്വയറി പോലും നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ സ്ട്രഗിൾ ചെയ്തതിനു ശേഷം പിന്നെ കാറുകളിലേക്ക് പോയി. ആളുകളിൽ ബൈക്ക് കഴിഞ്ഞ് പിന്നെ കാറ് പറയാൻ തുടങ്ങി. നമ്മൾ കാറ് പറയും, അതിൻ്റെ ഇടയിൽ ഈ ഓട്ടോറിക്ഷ പറയും, ഈ ഗുഡ്സ് വെഹിക്കിളൊക്കെ പറയും. അങ്ങനെ എൻക്വയറി ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീണ്ടും ഒരു ആഗ്രഹം തുടങ്ങി. പിന്നെ കുറച്ചൊക്കെ ആളുകൾ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി, കുറച്ച് ആളുകൾ അറിയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് പിന്നെ എനിക്ക് തോന്നി ഒരു ചെറിയ ഓഫീസ്, ഒരു അഡ്രസ്സ് വേണം. ആസാദ് പാണ്ടിക്കാട് അല്ലെങ്കിൽ ആസാദ് എന്നൊക്കെ പറയുമ്പോൾ മറ്റു ജില്ലയിൽ നിന്നുള്ള ആളുകളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ ഒരു ട്രസ്റ്റ് വരണം ആളുകൾക്ക്. അപ്പോൾ ട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മളെ നമ്പർ അഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്കൊരു ഓഫീസ് അഡ്രസ്സ് വേണമെന്നില്ല ഒരു ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാനും എൻ്റെ 1-2 ആളുകളൊക്കെ കൂട്ടി, എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂട്ടി ഒരു ഓഫീസ് സെറ്റപ്പിലേക്ക് പോയത്. അപ്പോൾ ആ ഓഫീസ് സെറ്റപ്പ് തുടങ്ങിയപ്പോൾ ഓഫീസ് സെറ്റപ്പിൻ്റെ അവസാന സമയങ്ങളിലൊക്കെ ആ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം ഇല്ലാതായി. സാമ്പത്തികം ഉണ്ടാവുമ്പോൾ പിന്നെ ക്യാപിറ്റൽ മണി ഇല്ലാതാവും, വാഹനം എടുക്കാം പൈസ ഇല്ലാതാവും. എല്ലാ ബിസിനസ്സിലും എല്ലാവരും അടിക്കുന്നത് പോലെ തന്നെ നല്ല സ്ട്രഗിൾ, നല്ല ടെൻഷൻ അനുഭവിച്ച്. ഒരു കാര്യം പറയാനുള്ളത്, അന്നൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട്, പ്രവാസികളുണ്ട്, അതുപോലെ നാട്ടിലെ ഒരുപാട് ആളുകളുണ്ട്, ഫാമിലിപ്പെട്ട ആളുകളുണ്ട്. ഒരു വണ്ടി കാണും, ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ വണ്ടി എടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ആ വണ്ടി എടുക്കാൻ പൈസ ഇല്ലാത്ത സമയങ്ങളിൽ മറ്റു ഫാമിലിയിൽ നിന്നും ഇതുപോലെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആ സമയങ്ങളിൽ കുറച്ച് ക്യാഷ് കൊടുക്കും, അവർക്ക് ചിലപ്പോൾ അതിന് ചെറിയ പ്രോഫിറ്റ് കൊടുക്കും. പ്രോഫിറ്റ് വാങ്ങാതെ ക്യാഷ് തന്ന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരവരൊക്കെ ഈ സമയത്ത് ഹൃദയത്തിൽ നിന്ന നന്ദി കൂടി നിങ്ങൾ പറയുന്ന സമയങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ ഒരു 2009-8 കഴിഞ്ഞ് 11 കാലഘട്ടങ്ങളിൽ 11-8-13 ഒരു ചെറിയ ഓഫീസായി. അവിടെ ഒരു 10 വണ്ടിയൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് ഒന്നുകൂടി ഡെവലപ്പായി ഒരു ബിൽഡിംഗ് കിട്ടി. ആ ബിൽഡിങ്ങിലേക്ക് ഓഫീസിനെ മാറ്റി. 2017 രണ്ടാമത്തെ ഷോറൂം, നല്ല ഒരു ഷോറൂം, ഒരു ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗ് കിട്ടിയപ്പോൾ തൊട്ടപ്പുറത്തേക്ക് ഒരു മാറി. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടി ഒരു 3 ലക്ഷം റുപ്യേൻ്റെ മേലേക്കുള്ള വാഹനങ്ങൾ ചെയ്യാൻ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ രണ്ടാമത്തെ ഷോറൂം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ വന്നത്. ഈ കൊറോണ വന്ന് ഓഫീസ് അടച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ഹോട്ടലുണ്ട് കിട്ടാൻ, നല്ല രീതിയിൽ നടത്താം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്തു. ആ സുഹൃത്ത് വേറൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തി. ആ സുഹൃത്ത് തുടങ്ങുന്ന സമയങ്ങളാണ് രണ്ടാമത് അവൻ കണ്ടെത്തിയ ഇൻവെസ്റ്റർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കയ്യില്ല എന്ന് പറഞ്ഞ് മാറി. അപ്പോൾ ഇവൻ്റെ കൂടെ വീണ്ടും ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാൻ ആ മേഖലയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്കറിയാത്തൊരു മേഖല, കാരണം വാഹനമാണെങ്കിൽ നമുക്കറിയാം, ഇത് ഒന്നും അറിയാത്ത ഹോട്ടലാണ്, പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അറിയുന്ന ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കൊറോണ ഓപ്പണിംഗ് ആക്കി. ആദ്യം പാർസൽ സർവീസായി. ആ കൊറോണ കഴിഞ്ഞ് ഒരു വർഷം കൂടിയ സമയങ്ങളാണ് രണ്ടാമത്തെ ഹോട്ടൽ കൂടി പ്ലാൻ ചെയ്ത് അവർ തുടങ്ങി.
അപ്പോൾ അവരുടെ കൂട്ടത്തിൽ 3 പേരായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്നെയും അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഹോട്ടലിൽ എന്നെ ചേർന്നു. ആ രണ്ടാമത്തെ ഹോട്ടൽ ഒരു ബിസിനസ്സൊക്കെ ഡൗൺ ആയി, അത് മറ്റൊരു ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് 2 ഹോട്ടലിൽ നിന്നും ഞാൻ തിരിച്ചു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വലിയ രീതിയിൽ ഒരു 17,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷോറൂം രണ്ടാമത് തുടങ്ങി. അത് മികച്ച ഒരു ബ്രാൻഡിലേക്ക് അതിനെ കൊണ്ടുവരാൻ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ, മികച്ച രീതിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി. നല്ലൊരു ടീം വർക്കായി. ഒറ്റയാൾ പോരാട്ടമല്ല ബിസിനസ്സിന് വേണ്ടത്, ടീം വർക്കാണ് ബിസിനസ്സിന് വേണ്ടതെന്ന ചിന്തയെ നമുക്കൊരു ആ ഒരു ചിന്ത, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് റെഡിക്ക് ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. സത്യത്തിൽ ആ ഹോട്ടലിൽ നിന്നാണ്. അവിടെ ഒരു 100ഓളം സ്റ്റാഫുകൾ ഉണ്ടായി. ആ സ്റ്റാഫുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഒരു സത്യത്തിൽ അതുപോലെ ഈ ബിസിനസ്സിനെ കൊണ്ടുപോയാൽ മികച്ചതായിരിക്കും എന്ന് പഠിക്കാൻ പറ്റിയത് ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അത് സത്യത്തിൽ അതൊരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ ഒരു ബിസിനസ്സിൻ്റെ നമ്മളെ ചിന്തയെ കൊണ്ടുപോയ അതിൽ നിന്ന് പഠിച്ച പാഠമെടുത്ത് ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തി. ആ ഇംപ്ലിമെൻറ്റേഷനാണ് വലിയൊരു രീതിയിലേക്ക് ഫോക്കസിൻ്റെ നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് കൊല്ലം. ഇനി 3, 4, 5 മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഫോക്കസിനെ കൊണ്ടുപോകണം. 2021 ഫോക്കസ് മോട്ടോഴ്സിൻ്റെ മലപ്പുറം പാണ്ടിക്കാട് 15,000 സ്ക്വയർ ഫീറ്റുള്ള ഷോറൂം നമുക്ക് തുടങ്ങാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹോട്ടലിൽ ആ 2 വർഷം കൊറോണ ടൈമിലാണ് കൊറോണ കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്താണ് ഹോട്ടൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 21 തുടങ്ങിയ ഫോക്കസ് മോട്ടോഴ്സ് ആ ഒരു 2 വർഷം കൊണ്ട് ആ ടീം വർക്കിൻ്റെ ഫലമായിട്ട് അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് നേരത്തെ ഉള്ള കസ്റ്റമറും ഫോക്കസ് മോട്ടോഴ്സ് നൽകിയ പിന്തുണയും ഒക്കെ ആയിരിക്കാന്നല്ല, 100% നമുക്ക് ഇനി പല സ്ഥലത്തുനിന്ന്, ഇന്ത്യ രാജ്യത്തുനിന്ന് പല സംസ്ഥാനത്തു നിന്നായിരുന്നു നമുക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും നമുക്ക് വണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ ഫോക്കസ് മോട്ടോഴ്സിന് വണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊല്ലത്ത്, എറണാകുളത്ത്, കോഴിക്കോട്ട്, കേരളത്തിലെ 14 ജില്ലയിലും ഇന്ത്യ രാജ്യത്തിന് അപ്പുറത്തേക്കൊക്കെ ഫോക്കസ് മോട്ടോഴ്സിൻ്റെ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിലൂടെ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ട് നല്ലപോലെ ടെൻഷൻ അടിക്കേണ്ടി വരും. കാരണം നേരത്തെ അടിച്ച ടെൻഷൻ ആവില്ല. കാരണം സ്റ്റാഫുകളുടെ എണ്ണം കൂടുന്നു. സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ പോലും, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയാൽ പോലും, മാർക്കറ്റിംഗ് ആണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, സെയിൽസ്, മാർക്കറ്റിംഗ്, അതുപോലെ അക്കൗണ്ട്സ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അനുഭവിക്കുന്ന സ്ട്രഗിളിൻ്റെ ഭാഗമാകേണ്ടി വരും നമ്മളൊക്കെ. അപ്പോൾ അന്നത്തെ പോലെ അല്ലല്ലോ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ തല വർക്ക് ചെയ്യും. ആ തല വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരും, ടെൻഷൻ അടിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ട് പോവുകയാണ്. അത് തീരുമാനിച്ച് ഉറപ്പിച്ചു. ഫോക്കസ് എന്ന ബ്രാൻഡിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിന് ഉണ്ടാവണം.